ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രപോൾ ഇൻട്രാക്ഷനെ കുറിച്ചാണ്. ക്വാഡ്രപോൾ ഇൻട്രാക്ഷൻ. ഓക്കെ, നമ്മളൊരു മോസോബിയർ ന്യൂക്ലിയർ ലെവലിൻ്റെ കേസിലുള്ള സ്പിൻ എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ലെവൽ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേജും വരാം, അതുപോലെ എക്സെറ്റ് സ്റ്റേജും വരാം. അതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2 എന്നുള്ള കേസ് നമ്മൾ എടുക്കുകയാണ്. ഗ്രേറ്റർ ദാൻ 1/2, അതായത് ഒരു ന്യൂക്ലിയർ ലെവലിൻ്റെ കേസിലുള്ള ഒരു മോസോബിയർ സ്പെക്ട്രത്തിലുള്ള ന്യൂക്ലിയർ ലെവലിലുള്ള സ്പിന്ന് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1/2. അങ്ങനത്തെ കേസുകളിൽ ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റ്, അതായത് EQ, ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് EQ. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയൻ്റ് ഇറ്റ് വിൽ ബി ഡിഫൈൻഡ് ആസ് E⁻q. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ്, അതായത് സ്പിന്ന് ഗ്രേറ്റർ ദാൻ 1/2 വരുന്ന കേസുകളിൽ ക്വാഡ്രപോൾ മൊമെൻ്റ് എന്ന് പറയുന്നതും ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ മൂലം, അതായത് ന്യൂക്ലിയറിൻ്റെ ക്വാഡ്രപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രേഡിയൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ മൂലം മോസോബിയർ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്പ്ലിറ്റിംഗ്. ഈ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെയും ഇൻട്രാക്ഷനാണ്. അതായത് ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയൻറ്റിൻ്റെയും ഇൻട്രാക്ഷൻ മൂലം മോസോബിയർ സ്പെക്ട്രം അവിടെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ കേസുകളിലുള്ള ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്, അതായത് ഈ രണ്ടിൻ്റെയും ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് H=E²q divided by 4i into 2i-1 3iz² minus i into i plus 1 plus eta divided by 2i plus square plus i minus square എന്നതാണ്. This is the relation for the Hamiltonian due to the interaction of nuclear quadrupole moment and electric field gradient. This is the Hamiltonian. ഇതിലിപ്പോൾ I എന്ന് പറയുന്നത് സ്പിന്നാണ്, IZ എന്ന് പറയുന്നത് Z ഡയറക്ഷനിൽ വരുന്ന സ്പിന്നാണ്. ദെൻ Q that is the charge of the capital Q എന്നത് ന്യൂക്ലിയർ ചാർജ് ഓഫ് ദ ന്യൂക്ലിയർ ആൻഡ് സ്മോൾ q is the charge of the electric field. Then eta can be defined as the asymmetric parameter of the field gradient tensor. Asymmetry parameter of the field gradient tensor, and it is defined as eta is equal to qxx minus qyy divided by qzz. It will be defined as this one, qxx minus qyy divided by qzz, and the value of the asymmetry parameter varies from 0 to 1. Then eta is equal to 0, that field is called, and that is the symmetry is called axial symmetry. Okay, then I plus and I minus, this രണ്ട് ടേം ഈ ഇക്വേഷനിൽ വരുന്നുണ്ട്. സോ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് I പ്ലസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് അപ്പ് ഓപ്പറേറ്റർ ആൻഡ് I മൈനസ് ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് ഡൗൺ ഓപ്പറേറ്റർ. ഈ രണ്ട് ടേമിനെയും ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണ് സ്റ്റെപ്പ് അപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നതും സ്റ്റെപ്പ് ഡൗൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നതും. ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് I പ്ലസ് ഇസ് ഈക്വൽ ടു IX പ്ലസ് I ഇൻറ്റു IY. I മൈനസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു IX മൈനസ് I ഇൻറ്റു IY.
ഓക്കെ, അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയൻ കിട്ടി. ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞത് ന്യൂക്ലിയർ കോട്ടറബിൾ മൊമെൻറ്റിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയൻറ്റിൻ്റെയും ഇൻട്രാക്ഷൻ മൂലം വരുന്ന ഒരു ഹാമിൽട്ടോണിയനാണ്. ഈ ഹാമിൽട്ടോണിയൻ ഉപയോഗിച്ച് നമുക്ക് എനർജിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എനർജി ഐഗൻ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു EMI, ദാറ്റ് ഈസ് ഈക്വൽ ടു E സ്ക്വയർ സ്മോൾ q ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4I ഇൻറ്റു 2I മൈനസ് 1 3mi സ്ക്വയർ മൈനസ് I ഇൻറ്റു I പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് eta square divided by 3 all raised to 1/2. This is the value for the energy eigenvalue. ഓക്കെ, ഇനി നമ്മളൊരു പർട്ടിക്കുലർ സ്പിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് 2I+1 വാല്യൂസ് ഉണ്ടാവും നമുക്കറിയാം, അതായത് ഡീജനറസി. അതിൽ തന്നെ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ MI² ആയതുകൊണ്ട് തന്നെ ഈ MIൻ്റെ കേസിൽ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന കേസിൽ, ഫോർ എക്സാമ്പിൾ I ടേക്കൺ ആസ് ദ 3/2. അപ്പോൾ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പ്ലസ് 3/2 ആൻഡ് പ്ലസ് 1/2 മൈനസ് 1/2 മൈനസ് 3/2. അതായത് 3/2ൻ്റെ പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട്, 1/2ൻ്റെ പ്ലസ് ഓർ മൈനസും വരുന്നുണ്ട്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് 3/2 പ്ലസ് ഓർ മൈനസ് 1/2 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊടുക്കുകയാണെങ്കിൽ പോലും ഇവിടെ MI² ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം എനർജി വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ പ്ലസ് ഓർ മൈനസ് 1/2 കൊടുക്കുകയാണെങ്കിലും വി ഗോട്ട് ദ സെയിം വാല്യൂ. അപ്പോൾ ഇവിടെ രണ്ടിനും, അതായത് പോസിറ്റീവിനും നെഗറ്റീവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സെയിം വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എനർജി ഐഗൻ വാല്യൂം അതിൻ്റെ സ്പ്ലിറ്റിങ്ങും നമുക്ക് കൺസിഡർ ചെയ്യണം. സോ നമ്മൾ ടേക്ക് എക്സാമ്പിൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഗ്രൗണ്ട് സ്റ്റേജിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഈസ് ടേക്കൺ ആസ് 1/2. എക്സൈറ്റഡ് സ്റ്റേജിൻ്റെ ഗ്രൗണ്ട് സ്റ്റേജ് സ്പിൻ എന്ന് പറയുന്നത് 3/2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേജിൽ MI എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്ലസ് 1/2 ഓർ മൈനസ് 1/2 എന്ന് കിട്ടും. എക്സൈറ്റഡ് സ്റ്റേജിൻ്റെ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 3/2 പ്ലസ് ഓർ മൈനസ് 1/2. ഞാനിവിടെ പ്ലസ് ഓർ മൈനസ് എന്നാക്കിയതാണ്, അപ്പോൾ ഒരു ടൈം ആക്കിയത് മതി. ഓക്കെ, ഈ രീതിയിൽ എഴുതണം. ഇനി നമുക്ക് എക്സൈറ്റഡ് സ്റ്റേജിൻ്റെയും ഗ്രൗണ്ട് സ്റ്റേജിൻ്റെയും എനർജിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് ആയതുകൊണ്ട് തന്നെ ഒരു വാല്യൂ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ, ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം കാണാണ്. ഗ്രൗണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പിൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് ഓർ മൈനസ് 1/2. അപ്പോൾ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, EMI ഈക്വൽ ടു E സ്ക്വയർ ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4I ഇൻറ്റു 2I മൈനസ് 1 3mi സ്ക്വയർ മൈനസ് I ഇൻറ്റു I പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് ഈറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഓൾ റേസ് ടു 1/2 എന്ന് നമുക്ക് വളരെ അറിയാവുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ I ഈക്വൽ ടു പ്ലസ് ഓർ I ഈക്വൽ ടു 1/2 ആണെങ്കിൽ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1/2 എന്നതാണ്. അപ്പോൾ ഈ ഒരു ടേം മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. 3 ഇൻറ്റു MI പ്ലസ് ഓർ മൈനസ് കൊടുക്കുകയാണെങ്കിലും സ്ക്വയർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഒരു വാല്യൂ മാത്രം 1 പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 1/4 മൈനസ് 1/2 ഇൻറ്റു 3/2. അപ്പോൾ 3/4 മൈനസ് 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് MIയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് നോ സ്പ്ലിറ്റിംഗ്. അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ദിസ് എനർജി ഇക്വേഷൻ. ഇനി നമ്മൾ എക്സൈറ്റഡ് സ്റ്റേജിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. എക്സൈറ്റഡ് സ്റ്റേജിൻ്റെ കേസിൽ Iയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ഓർ മൈനസ് 3/2 വരുന്നുണ്ട്, പ്ലസ് ഓർ മൈനസ് 1/2 വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലസ് ഓർ മൈനസ് 3/2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ റിലേഷനിൽ നമ്മൾ MIയുടെ വാല്യൂ 3/2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റിലേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 3/2 അതായത് 9/4 ദെൻ മൈനസ്
3/2 ഇൻറ്റു 5/2. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 3e² Q ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4i ഇൻറ്റു i പ്ലസ് 1, സോറി 2i മൈനസ് 1, 2i മൈനസ് 1, ഇവിടെ അതുപോലെ തന്നെ ഇതാണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, ഇൻറ്റു 1 പ്ലസ് η² ഡിവൈഡഡ് ബൈ 3 ഓൾ റേസ്റ്റ് 1/2. ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞത് എന്താണ്? 3/2 തന്നെയാണ്. അപ്പോൾ കൊടുക്കുന്ന നമ്മൾ തൽക്കാലം ഇവിടെ കൊടുക്കുന്നില്ല. അതുപോലെ ഇതാണ് MIക്ക് മാത്രമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 3/2 ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതാണ് നമുക്ക് എക്സൈറ്റഡ് സ്റ്റേജിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1/2 രണ്ടാമത്തെ ഒരു വാല്യൂ കൂടി വരുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -3e² Q ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4i ഇൻറ്റു 2i മൈനസ് 1, 1 പ്ലസ് η² ഡിവൈഡ് ബൈ 3 ഓൾ റേസ്റ്റ് 1/2. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഗ്രൗണ്ട് സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 0, അതായത് നോ സ്പ്ലിറ്റിംഗ്. എക്സൈറ്റഡ് സ്റ്റേജിൽ നമുക്ക് 2 എനർജിയുടെ വാല്യൂ കിട്ടുന്നുണ്ട്. സോ വി കൺക്ലൂഡ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ദ എക്സൈറ്റഡ് ലെവൽ ഈസ് സ്പ്ലിറ്റിംഗ് ഇൻറ്റു 2 ലെവൽസ് അല്ലെങ്കിൽ 2 ലൈൻസ്. 2 ലൈൻസായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഇ ക്യാപിറ്റൽ Q, ഇതിൽ EQ എന്ന് പറഞ്ഞത് ഫീൽഡിനുമായി ബന്ധപ്പെട്ടും ഇവിടെ ക്യാപിറ്റൽ EQ എന്ന് പറഞ്ഞത് ക്വാർട്ടർ പോൾ മൊമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ടേമാണ്. ഇഫ് ക്വാർട്ടർ പോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ Q അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അത് വിത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ Q. അപ്പോൾ പോസിറ്റീവാണ് വരുന്നതെങ്കിൽ ±3/2 എന്നുള്ള വാല്യൂ, അതായത് I=3/2 എന്ന് പറയുന്ന സ്പിന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് MIയുടെ വാല്യൂ 2 കേസ് വരുന്നുണ്ട്. ഒന്ന് ±3/2, ഒന്ന് MI=±1/2. അപ്പോൾ ക്വാർട്ടർ പോൾ മൊമെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ±3/2, അതായത് ഈ ഒരു പർട്ടിക്കുലർ എനർജിയിൽ ഈ വാല്യൂവിനായിരിക്കും എന്തുണ്ടാവുക, എനർജി കൂടുതലായിട്ടുണ്ടാവുക ആസ് കമ്പയർഡ് ടു ദിസ് വൺ. കാരണം ഇത് പോസിറ്റീവായിട്ട് തന്നെ, ഇത് പോസിറ്റീവാണെങ്കിൽ കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് വരും, ഇത് നെഗറ്റീവായിട്ട് തന്നെ വരും. കാരണം EQ എന്ന് പറയുന്നത് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് തന്നെ. അപ്പോൾ ഇതിൻ്റെ എനർജി പോസിറ്റീവും ഇതിൻ്റെ എനർജി നെഗറ്റീവും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഈ MI ഈ ±3/2 വാല്യൂ ആയിരിക്കും കൂടുതൽ ആസ് കമ്പയർഡ് ടു ±1/2. ഓക്കെ, ഇനി ക്വാർട്ടർ പോൾ മൊമെൻറ്റ് നെഗറ്റീവ് വരാം. ക്വാർട്ടർ പോൾ മൊമെൻറ്റ് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ ഈ എനർജിയുടെ ടേംസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് മാറും. ഇവിടെ നെഗറ്റീവ് ഓൾറെഡി ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ എനർജി കൂടുതൽ ഇതിനായിരിക്കും ആസ് കമ്പയർഡ് ടു ദിസ് വൺ. അപ്പോൾ ക്വാർട്ടർ പോൾ മൊമെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ±3/2 എനർജി കുറവ് ആരെ അപേക്ഷിച്ച്, ഈ ±1/2 അപേക്ഷിച്ച് കുറവ് ആർക്കായിരിക്കും, 3/2 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലെവലിനായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇനി എനർജിയുടെ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളും കാണണം. അപ്പോൾ എനർജി ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സെലക്ഷൻ റൂൾ പറയണം. സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ക്വാർട്ടർ പോൾ മൊമെൻറ്റിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ∆MI = 0 ± 1 എന്നതായിരിക്കും. 0 ± 1 എന്നതായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ എനർജി ഡയഗ്രത്തിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ ഗ്രൗണ്ട് ലെവൽ പറഞ്ഞു. ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് I=1/2. അപ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലെവൽ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ. എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, MIയുടെ വാല്യൂ എന്ന് പറയുന്നത് ±1/2. ഓക്കെ, ഇനി എക്സൈറ്റഡ് ലെവലിൻ്റെ കേസിലുള്ള ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/2 ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ ക്വാർട്ടർ പോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് EQ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. EQ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ±3/2 കൂടുതൽ എനർജി ഉണ്ടാവുക ആസ് കമ്പയർഡ് ടു ±1/2.
ഓക്കെ. ഇനി സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ എം ഐ സീക്വൽ ടു 0 ± 1 ആണ്. അപ്പോൾ 1/2 നിന്ന് ഈ 1/2 ഒരു ട്രാൻസിഷൻ പോസിബിളാണ്. 1/2 നിന്ന് 3/2 ഒരു ട്രാൻസിഷൻ പോസിബിളാണ്. സോ നമുക്ക് 2 ലൈനായിരിക്കും നമുക്കിവിടെ കിട്ടുക. ഒന്ന് ഫ്രം ദിസ് വൺ, രണ്ടാമത്തത് ദിസ് വൺ. ഇനി ഇതിൻ്റെ കേസിലുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എനർജി ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3E² Q ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4I × 2I - 1 1 + η² ഡിവൈഡ് ബൈ 3 ⁻1/2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് -3E² Q ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ 4I × 2I - 1 1 + η² ഡിവൈഡ് ബൈ 3 ⁻1/2. ഓക്കെ. ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിൻ്റെ കേസിലുള്ള എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് 2 ലൈനുകളുള്ള സ്പെക്ട്രം ആയിരിക്കും. അതിൽ ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും. ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് 3E² Q ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4I 2I - 1 1 + η² ഡിവൈഡ് ബൈ 3 ⁻1/2. ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് -3E² സ്മോൾ q ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ 4I × 2I - 1 1 + η² ഡിവൈഡ് ബൈ 3 ⁻1/2 എന്നതാണ്. ഇനി ഇവിടെ നോക്കാം, ഈ 2 ലെവലുകൾ തമ്മിലുള്ള, അതായത് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറഞ്ഞത് 2 ലൈനാണ് നമ്മൾ പറഞ്ഞു. ഈ 2 ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് കോൾഡ് ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ക്വാഡ്രപോൾ എനർജി സ്പ്ലിറ്റിംഗ്. ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുക. ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഈ ക്വാഡ്രപോൾ സ്പ്ലിറ്റിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ സീക്വൽ ടു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ദിസ് മൈനസ് ദിസ് വൺ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 6E² Q ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ 4I × 2I - 1 1 + η² ഡിവൈഡ് ബൈ 3 ⁻1/2. ദിസ് ഈസ് കോൾഡ് ദ ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ്. ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ് എന്നാണ് അതിന് പറയാം. ഇനി നമ്മളൊരു മോസോബിയർ സ്പെക്ട്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ക്വാഡ്രപോൾ സ്പ്ലിറ്റ് കാണിക്കുന്ന ഒരു മോസോബിയർ സ്പെക്ട്രം. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അയൺ 57ൻ്റെ കേസിലുള്ള ക്വാഡ്രപോൾ സ്വിഫ്റ്റാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് NaCN5NO2H2O. ഇവിടെ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് കൊബാൾഡിയം 57 ആണ്. കൊബാൾഡ് ഇൻ പലേഡിയം ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോസോബിയർ സ്പെക്ട്രം എന്ന് പറയുന്നത്, അപ്പോൾ കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഇതാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി 0. ഈ ഒരു പൊസിഷനാണ് ഐസോമർ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന 2 ലൈൻ. ഈ ലൈനാണ് നമുക്ക് എന്താ പറയുക, ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ് എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അയൺ 57 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മോസോബിയർ സ്പെക്ട്രമാണ്. ഇതിൽ നമ്മൾ ഐസോമർ സ്വിഫ്റ്റും അതുപോലെ ക്വാഡ്രപോൾ സ്പ്ലിറ്റിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ I = 3/2 ഗ്രൗണ്ട് ലെവൽ എടുത്തപ്പോൾ 0 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല. 3/2 എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 ലൈനുകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 6E² Q ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4I × 2I - 1 1 + η² ഡിവൈഡ് ബൈ 3 ⁻1/2 എന്ന് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇനി ഐയുടെ വാല്യൂ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ ഈക്വൽ ടു എന്ത് കിട്ടും? E² Q ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ 2 1 + η² ഡിവൈഡ് ബൈ 3 ⁻1/2 എന്ന് കിട്ടും. അതായത് അതിൻ്റെ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4 × 3/2 × 2 × 3/2 - 1. അപ്പോൾ നമുക്ക് 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 6 വരും. 6 × 3 - 1 2.
അപ്പോൾ ഇവിടെ 12 വരും. അപ്പോൾ 6/12 എന്ന് പറയുന്നത് /2 ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈച്ചയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്ന ഒന്നാണ്. 0 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആക്സിയൽ സിമെട്രി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ആക്സിയൽ സിമെട്രി ആയിട്ടുള്ളൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആക്സിയൽ സിമെട്രി, അപ്പോൾ അതായത് ഈച്ച = 3 ആണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് വി ഗോട്ട് E²Q Q/2 എന്ന് നമുക്ക് കിട്ടും ഫോർ ദ ആക്സിയൽ സിമെട്രി. ഫ്രം ദിസ്, ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ക്വാർട്ടർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ, അതായത് ഈ ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സൈന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഏത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു വാല്യൂ വെച്ചിട്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ദ ഡിറ്റർമൈൻ ദ സൈൻ ഓഫ് ദ ക്വാർട്ടർ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. ക്വാർട്ടർ കപ്ലിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂൻ്റെ സൈന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിൽ നിന്ന് അതായത് ഇറ്റ് ഈസ് നോട്ട് മെഷർ ദ സൈൻ ഓഫ് ദ ക്വാർട്ടർ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് എന്തും പറയാൻ പറ്റില്ല, ഈച്ചയുടെ വാല്യൂ നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ഈച്ചയുടെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. എപ്പോൾ ആക്സിയൽ സിമെട്രി ആണെങ്കിൽ ഫോർ I = 3/2. ഓക്കെ, അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ് ഈച്ചയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈച്ചയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിൽ ഈച്ചയുമായിട്ട് കണക്ട് ചെയ്യുന്ന യാതൊരു ടേംസും നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിൽ വരുന്നില്ല. അപ്പോൾ ഈ റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നത് I = 3/2 കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്പിന്നിൻ്റെ വാല്യൂ ഒന്ന് എന്താണ് 3/2 നമ്മൾ ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കാം. 3/2 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 3/2 ആകുമ്പോൾ നമുക്ക് 2 ലൈൻസാണ് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ റിലേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പിന്ന് നമ്മൾ ഗ്രേറ്റർ ദാൻ 3/2 ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ സ്പെക്ട്രത്തിൽ എന്തുണ്ടാവും, മോർ ദാൻ 2 ലൈൻസ് പോസിബിളായിട്ട് നമുക്ക് കിട്ടും. മോർ ദാൻ 2 ലൈൻസ്, 2 ലൈൻസിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു സ്പെക്ട്രമായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ആ സ്പെക്ട്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈച്ചയുടെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അതുപോലെ സൈന്, ക്വാർട്ടർ മൂവ്മെൻറ്റിൻ്റെ സൈനിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എപ്പോഴും എന്താക്കി എടുക്കുക, 3/2 കൂടുതലായിട്ട് എന്ത് ചെയ്യാം എടുക്കുന്നതായിരിക്കും ബെറ്റർ. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കേസ് അല്ലെങ്കിൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും സ്പിന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/2 കൂടുതലായിട്ട് എടുക്കാം. ഇനി I = 3/2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ സൈനും കാര്യങ്ങളെല്ലാം. അതായത് ക്വാർട്ടർ ഇൻട്രാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എപ്പോൾ ഈ സ്പെക്ട്രം റെക്കോർഡിംഗ് യൂസിങ് സിംഗിൾ ക്രിസ്റ്റൽ ഉപയോഗിച്ച് നമ്മളൊരു സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈന്, അതായത് ക്വാർട്ടർ കപ്ലിങ്ങിൻ്റെ കേസിലുള്ള സൈന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ദ സ്പിൻ ഓഫ് ദ ന്യൂക്ലിയർ ഈസ് I = 3/2. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ നേരത്തെ ഡ്രോബാക്സ് എന്തായിരുന്നു, I = 3/2 സൈന് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കേസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു പ്രശ്നം നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റും എപ്പോൾ ഒരു സിംഗിൾ ക്രിസ്റ്റൽ വെച്ചിട്ട് നമ്മളൊരു സ്പെക്ട്രം നമ്മൾ കാണുകയാണെങ്കിൽ. അപ്പോൾ I = 3/2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോപ്പർട്ടീസ് അതായത് സൈന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് നമുക്ക് ക്വാർട്ടർ ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.